യൂണിഫോം സിവിൽ കോഡ് BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. അത് നടപ്പായിട്ടില്ല ഇന്ത്യ ഒട്ടുക്ക്. നടപ്പാക്കുമെന്ന് പറയുന്നേ ഉള്ളൂ, നടപ്പാക്കത്തില്ല എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. പക്ഷേ ആസാമിൽ ഹിമന്ത അങ്ങനെയൊന്നുമല്ല. യൂണിഫോം ബില്ലൊന്നും വേണ്ട, ഓരോ നിയമം കൊണ്ടുവന്ന് അവിടുത്തെ സിവിൽ നിയമങ്ങൾ ഏകീകരിക്കുകയാണ്. ഇപ്പോൾ കല്യാണങ്ങൾ, മുസ്ലിം കല്യാണങ്ങൾ ഖ്വാസിമാർ നടത്തുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആ പരിപാടി അവസാനിപ്പിക്കാൻ പോവാം. ഖ്വാസിമാർ രജിസ്റ്റർ ചെയ്താൽ പോരാ, കല്യാണമാണെങ്കിലും ഡിവോഴ്സ് ആണെങ്കിലും നിയമാനുസരണം സർക്കാരിൽ സബ് രജിസ്ട്രാർമാരുടെ അടുത്ത് രജിസ്റ്റർ ചെയ്യണം എന്നാവശ്യപ്പെടുന്ന ഒരു ബില്ല് കൊണ്ടുവരാൻ ആസാം സർക്കാർ തീരുമാനിച്ചു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഉടനെ ഇത് ശരീഅത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്, ഞങ്ങളുടെ മതസ്വാതന്ത്ര്യത്തിൻ്റെ ലംഘനമാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ബഹളം വെക്കാൻ തുടങ്ങുകയാണ്. ഈ ബഹളമൊന്നും ആസാമിൽ ഹിമന്തയ്ക്ക് ഒരു പ്രശ്നമേ അല്ല. മദ്രസകളുടെ കാര്യത്തിൽ ഒരുപാട് മദ്രസകൾ പൂട്ടിച്ചു, മദ്രസകൾക്ക് സിലബസ് കൊണ്ടുവന്നു. അങ്ങനെ മദ്രസകളെല്ലാം സർക്കാരിൽ രജിസ്റ്റർ ചെയ്യണമെന്നുള്ള നിയമം കൊണ്ടുവന്നു. UPയിൽ പോലും നടപ്പാക്കാത്ത കാര്യങ്ങളാണ് ആർജവത്തോടെ തൻ്റെടത്തോടെ ഹിമന്ത ആസാമിൽ നടപ്പാക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്തും വേണേൽ പറയാം, അത് മുസ്ലിങ്ങളുടെ അവകാശങ്ങളൊക്കെ എടുത്തു കളഞ്ഞു, കല്യാണം കഴിക്കാനും ഡിവോഴ്സ് ചെയ്യാനും. അതായത് ഇപ്പോൾ ഡിവോഴ്സ് ചെയ്യാൻ്റെ ട്രിപ്പിൾ തലാഖ് നിരോധിച്ചിരിക്കുക. അതിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് കേരളത്തിലെ ഒരു മുസ്ലിം സംഘടനയാണ് സുപ്രീം കോടതി കേസ് കൊടുത്തിരിക്കുന്നത്. അത് ഇന്നലെ ആ കേസിൽ കേന്ദ്ര സർക്കാർ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് സുപ്രീം കോടതിയിൽ. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഇതിനകത്ത് ഇപ്പോൾ പറയുന്നത്, ഹിമന്ത പറഞ്ഞിരിക്കുന്നത് ഇത് മുസ്ലിങ്ങളുടെ അവകാശം കളയാനല്ല, സംരക്ഷിക്കാനാണ്. മാത്രമല്ല ഇതിനകത്ത് ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ കൂടിയുണ്ട്. ബാലവിവാഹം അവസാനിപ്പിക്കാൻ കൂടിയാണ്. 18 വയസ്സിന് ആയാലേ പെൺകുട്ടികൾക്കും 21 വയസ്സായാലേ ആൺകുട്ടികൾക്കും കല്യാണം കഴിക്കാൻ ഈ രാജ്യത്ത് വ്യവസ്ഥയുള്ളൂ. അത് മുസ്ലിങ്ങൾ നിലവിലുള്ള ഈ ഖ്വാസിമാർ കല്യാണം നടത്തി കൊടുക്കുമ്പോൾ പ്രായം കുറഞ്ഞ ആളുകളുടെ കല്യാണം, ശിശു വിവാഹങ്ങൾ കാര്യമായി ആസാമിൽ നടക്കുന്നു. അത് അവസാനിപ്പിക്കാൻ കൂടിയിട്ടാണ് ഈ നിയമം കൊണ്ടുവരുന്നതെന്നാണ് പറയുന്നത്. ബില്ലിൻ്റെ പേര് ദ ആസാം കമ്പൽസറി രജിസ്ട്രേഷൻ ഓഫ് മുസ്ലിം മാരേജ് ആൻഡ് ഡിവോഴ്സ് ബില്ല് 2024. അതിപ്പോൾ മന്ത്രിസഭ പാസ്സാക്കി, ചിലപ്പോൾ ഓർഡിനൻസ് ആയിട്ട് ഇപ്പോൾ വരും, അല്ലെങ്കിൽ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ പാസ്സാകും. മിക്കവാറും ഓർഡിനൻസ് ആണ് വരാൻ പോകുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ ഇറാഖിൽ കല്യാണം കഴിക്കാനുള്ള പെൺകുട്ടികളെ 9-ാം വയസ്സിൽ കല്യാണം കഴിക്കാൻ നിയമം കൊണ്ടുവന്നു. ഇവിടെ അത് 18 വയസ്സ് എന്നുള്ള നിയമം പറയുന്നുണ്ടെങ്കിൽ 18 വയസ്സിന് മുമ്പ് കല്യാണം പറ്റുമെങ്കിൽ 9-ാം വയസ്സിൽ കല്യാണം കഴിക്കാനും കേരളത്തിലെ മതമൗലികവാദികൾ തയ്യാറാണ്. അങ്ങനെ ഇരിക്കുകയാണ് വിവാഹപ്രായം ഏകീകരിക്കാൻ, അല്ലെങ്കിൽ വിവാഹങ്ങൾ പള്ളികളിൽ ഖ്വാസിമാർ രജിസ്റ്റർ ചെയ്താൽ പോരാ, സർക്കാരിൽ രജിസ്റ്റർ ചെയ്യണം എന്നുള്ള നിയമം വരുന്നത്. സാർ ഓർക്കുന്നില്ല, നമ്മുടെ കേരളത്തിലിപ്പോൾ ഈ പണ്ട് കല്യാണം കഴിച്ച ഒരുപാട് മുസ്ലിം കുടുംബങ്ങൾ വീണ്ടും സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് കല്യാണം കഴിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഒറ്റ കുട്ടിയേ ഉള്ളൂ, അത് പെൺകുട്ടിയാണെങ്കിൽ അവരുടെ സമ്പാദ്യം ആ പെൺകുട്ടിക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് അവർ ശരീഅത്തിനെ തള്ളിപ്പറഞ്ഞു. ശരീഅത്തിനെ പരസ്യമായിട്ടും തള്ളുന്നില്ല, പക്ഷേ ശരീഅത്ത് പ്രകാരം നടത്തിയ നിക്കാഹ് അവർ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് വീണ്ടും ചെയ്യുന്നുണ്ടെങ്കിൽ ശരീഅത്തിനെ തള്ളിപ്പറയുകയാണ്. അതിൻ്റെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഷുക്കൂർ വക്കീലാണ് ഇത് വലിയ വിവാദമുണ്ടാക്കി പരസ്യമായി തുറന്നു പറഞ്ഞ് ചെയ്തത്. പക്ഷേ പേര് പറയാതെ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയ വിപ്ലവകരമായ മാറ്റം നിയമമില്ലാതെ കേരളത്തിലെ മുസ്ലിങ്ങൾ സ്വമേധയാ തയ്യാറായി വരുമ്പോഴാണ് അതിൻ്റെ സ്പിരിറ്റിൽ ഒരു നിയമം ആസാമിൽ ഹിമന്ത കൊണ്ടുവരുന്നത്. ഇത് സാർ എങ്ങനെ ഇതിനെ കാണുന്നത്? ഇപ്പോൾ പുതിയ നിയമം വരുന്നത് ആസാം കമ്പൽസറി രജിസ്ട്രേഷൻ ഓഫ് മുസ്ലിം മാരേജസ് ആൻഡ് ഡിവോഴ്സസ് ബിൽ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ വകുപ്പ് പുതിയതായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം, മേക്ക് ഇറ്റ് മാൻഡേറ്ററി ഫോർ മുസ്ലിം കപ്പിൾസ് ടു രജിസ്റ്റർ ദി മാരേജ് ആൻഡ് ഡിവോഴ്സ്. അത് അല്ല, അവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. മുസ്ലിംസ് മാത്രമേ ഇത് ചെയ്യാത്തുള്ളൂ. ഹിന്ദുവും ക്രിസ്ത്യാനിയും ബാക്കി എല്ലാ മതക്കാരും അവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്യണം സർക്കാരിൽ. മുസ്ലിംസിന് പ്രത്യേകിച്ച് കൊമ്പൊന്നുമില്ലല്ലോ, അവരും നാട്ടിലെ നിയമം പാലിക്കണം. അതെ, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല, തെറ്റൊന്നുമില്ലല്ലോ. ഇല്ല. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വേറെ പറഞ്ഞിരിക്കുന്നത് രജിസ്ട്രേഷൻ ഓഫ് ചൈൽഡ് മാരേജസ്. അത് കാസിമാരൊക്കെ നടത്തിയിരുന്നു പണ്ട്. പക്ഷേ ഇനി തൊട്ട് രജിസ്ട്രേഷൻ ഓഫ് ചൈൽഡ് മാരേജസ് വിൽ ബി ഇല്ലീഗൽ. അല്ല, ഇല്ലീഗൽ ആവുന്നത് അത് നിരോധിക്കണ്ട. സർക്കാരിൽ രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ ഏജ് പരിധി ഉണ്ടെങ്കിലേ രജിസ്ട്രേഷൻ നടത്താൻ പറ്റുള്ളൂ. അതെ. അപ്പോൾ ഇനിയിപ്പോൾ റെക്കോർഡ്സൊക്കെ സൂക്ഷിക്കാൻ പോണത് ഡിസ്ട്രിക്റ്റ് കമ്മീഷണേഴ്സാണ്. നേരത്തെ അത് സൂക്ഷിച്ചിരുന്നത് കാസിമാരാണ്, പള്ളിയിലാണ്. പള്ളിയിൽ കാസിമാർ ആണ് അത് സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അത് സൂക്ഷിക്കാൻ പോകുന്നത് ഡിസ്ട്രിക്റ്റ് കമ്മീഷണേഴ്സാണ്. അതാണ് വേറൊരു വ്യത്യാസം വരുന്നത്. പിന്നെ മാരേജസ് ആൻഡ് ഡിവോഴ്സസ് വിൽ ബി രജിസ്റ്റേർഡ് അറ്റ് സബ് രജിസ്ട്രാർസ് ഓഫീസ്. സബ് രജിസ്ട്രാറിനാണ് ഇനിയിപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം. ഇതിൻ്റെ റെക്കോർഡ്സ് സൂക്ഷിക്കലും ഈ പറഞ്ഞ പോലെ രജിസ്റ്റർ ചെയ്യലും എല്ലാം സബ് രജിസ്ട്രാർസ് ഓഫീസിലായിരിക്കും നടക്കാൻ പോകുന്നത്. പിന്നെ വേറൊരു കാര്യം, പഴയ നിയമമുണ്ട് 1935, അതായത് മുസ്ലിം മാരേജസ് ആൻഡ് ഡിവോഴ്സസ് ആക്ട് രജിസ്ട്രേഷൻ ആക്ട് 1935. ദാറ്റ് വിൽ ബി റിപ്പീൽഡ്. അത് റദ്ദാക്കി കളയും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ബില്ല് വഴി
വരാൻ പോകുന്ന മാറ്റങ്ങൾ ആസാമിൽ പിന്നെ എനിക്ക് തോന്നുന്നു കുറേയൊക്കെ ഈ ബംഗ്ലാദേശിൽ നിന്നും കുറേ പേരൊക്കെ കയറി വരുന്ന ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് ഇൻഫ്ലുവൻസും ഉണ്ടാകാം. ഒരുപാട് ചൈൽഡ് മാരേജസിനെ പറ്റി കംപ്ലൈൻറ്റ് വരികയും അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇങ്ങനെ ഒരു മാറ്റം, ഇങ്ങനെ ഒരു സമൂല പരിവർത്തനത്തിനുള്ള സാഹചര്യമാണ് മാരേജിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കുന്നത് ഇപ്പോൾ. അതാണ് ഇപ്പോഴത്തെ. അല്ല, അതൊരു ഗുണപരമായ മാറ്റമല്ലേ, ഇങ്ങനെ വേണ്ടേ ചെയ്യാൻ? ചൈൽഡ് മാരേജസ് ഒക്കെ മാറ്റേണ്ട സമയമായല്ലോ. അത് പിന്നെ ഇതൊക്കെ കുറച്ചുകൂടി സന്തോഷജനകമാകുന്നത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ആരെങ്കിലും ഇനീഷ്യേറ്റീവ് എടുത്ത് അതങ്ങനെ ചെയ്യായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ ഇപ്പോൾ അതങ്ങനെ ചെയ്യാത്തതുകൊണ്ടായിരിക്കാം ഗവൺമെൻറ് ഇതിന് മുൻകൈ. നേരത്തെ സർക്കാർ വിവാഹപ്രായം ഇപ്പോൾ പെൺകുട്ടികൾക്ക് 18 ആൺകുട്ടികൾക്ക് 21 വയസ്സും എന്നുള്ളത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ 21 വയസ്സാക്കാൻ ഒരു ആലോചന സർക്കാരിൻ്റെ മോദി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിനെതിരെ ഇവിടെ ഏറ്റവും കൂടുതൽ ബഹളം വെച്ചത് മുസ്ലിം സംഘടനകളാണ്. കൂട്ടത്തിൽ CPM ഉണ്ടായിരുന്നു. കല്യാണം കഴിക്കാൻ ഇഷ്ടമുള്ളപ്പോൾ കല്യാണം കഴിക്കാൻ സമ്മതിക്കണമെന്നാണ് CPM-ൻ്റെ വാദം. പക്ഷേ അത് വലിയ ചാനൽ ചർച്ചയൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നു. രാഷ്ട്രീയക്കാരുടെ പ്രസ്താവന, കല്യാണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നു എന്നൊക്കെ പറയുന്നു. ഇവർ പറയുന്ന മനുഷ്യാവകാശം എന്നാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് അവർ കേരളം മാത്രമല്ല ലോകം മുഴുവനുള്ള കാര്യങ്ങളിൽ ഖേദിക്കുകയും പരിതപിക്കുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇറാഖിൽ 9 വയസ്സിൽ കല്യാണം കഴിക്കാൻ പെൺകുട്ടികളെ എന്ന് നിയമ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ വേണ്ടിയിട്ടില്ല, ഇവിടുത്തെ CPM-ഉം വിട്ടിട്ടില്ല. അപ്പോൾ ഇവർ ഇതിനെ അനുകൂലിക്കുകയാണോ എതിർക്കുകയാണോ, അതോ ഇന്ത്യയിലും 9 വയസ്സിൽ കല്യാണം കഴിക്കണമെന്ന് ഇവർക്ക് ആഗ്രഹം ഉണ്ടാവുമോ? അതായത് ഇപ്പോൾ CPM ചെയ്യണതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് മുസ്ലിങ്ങൾ എന്തെങ്കിലും ഒരു പുരോഗമനത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനും പാരവയ്ക്കണം ശ്രമിക്കുന്നതാണ് CPM-ൻ്റെ. മുസ്ലിം ലീഗ് ഇപ്പോൾ ടെററിസത്തെ എതിർക്കുന്ന പാർട്ടിയാണ്, സമാധാനം വേണമെന്ന് പറയുന്ന പാർട്ടിയാണ്. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടി അങ്ങനെയല്ല, എന്തും പറയും. ആരെയും ഏത് നിയമങ്ങളും അവർക്ക് വോട്ട് ബാങ്കിന് സഹായിക്കുന്നതാണെങ്കിൽ അവർ ഏത് നിയമത്തെ അല്ല. ഏറ്റവും വൃത്തികെട്ടൊരു കാര്യം ഇവിടെ ഉണ്ടായി. CPM-ൻ്റെ വലിയ എന്ത് കാര്യം വന്നാലും ചാടിക്കയറി അഭിപ്രായം പറയുന്ന ഒരു നേതാവുണ്ടല്ലോ, AK ബാലൻ. പഴയ സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്നൊന്നും ഒരു സംസ്കാരം ഇല്ലാതെ സംസാരിക്കുന്ന ഒരു മനുഷ്യൻ. അങ്ങേര് കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. നമ്മുടെ ഷാഫി പറമ്പിൽ MP ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. പാർലമെൻറ്റിൽ പോയി ഷാഫി പറമ്പിൽ ദൃഢപ്രതിജ്ഞയാണ് ചെയ്തത്. ഈ പറഞ്ഞ ബാലനെ പോലുള്ള ആളുകളൊക്കെ ഇവിടെ MLA-മാരും മന്ത്രിമാരും ഒക്കെ ആയപ്പോൾ ദൃഢപ്രതിജ്ഞ ചെയ്താണ്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ജാതിയില്ല, മതമില്ല, ദൈവമില്ല, അതുകൊണ്ട് ഞങ്ങൾ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറയാറുള്ള പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് സ്വയം വന്ന് പിണറായി വിജയനെ എന്ത് പറ്റിയാലും ന്യായീകരിക്കാൻ വരുന്ന ബാലൻ അന്ന് ഷാഫിയെ ആക്ഷേപിച്ചു. കാരണം ഷാഫി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തില്ലത്, ദൃഢപ്രതിജ്ഞയാണ് ചെയ്തതെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താൻ വന്ന വർഗീയ മനസ്സുള്ള ആളാണ് CPM. അത് ഇപ്പോൾ AK ബാലനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇന്ത്യയിൽ എന്ത് സംഭവിച്ചാലും കേരളത്തിൽ എന്ത് സംഭവിച്ചാലും പ്രശ്നമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ എവിടെയാണ് പഠിക്കുന്നത്, എവിടെ ജോലി ചെയ്യണേ, അതാണ് പ്രശ്നം. ഇവർ ഈ കുറേ അണികളുണ്ട് എന്ത് പറഞ്ഞാലും കേൾക്കുന്നവർ. അവർ ഇപ്പോൾ പിണറായി വിജയൻ്റെയും മകനൊക്കെ എവിടെയാണ് ജോലി ചെയ്യണേ, നിയമം മുഴുവനും പറയുമ്പോൾ. ബാലൻ്റെ ഒരു മകൻ അഭിഭാഷകനാണ്, വിദേശത്താണ് പഠിക്കുന്നത്. അഭിഭാഷകനായ അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന വിഷയം എന്താണെന്നറിയോ? ബഹിരാകാശ നിയമങ്ങളാണ്. അപ്പോൾ പിന്നെ ഇവിടെയുള്ളവരോട് നിങ്ങൾ 9 വയസ്സിൽ കല്യാണം കഴിച്ചു എന്ന് പറയണേനോ AK ബാലന് എന്താ നഷ്ടം? അത് തന്നെയല്ലേ AK ബാലൻ ഇങ്ങനെ. ഇത് മാത്രമല്ല, ഏത് കാര്യത്തിലായാലും ഒരു തരം താഴ്ന്നേ. അതായത് പിണറായി വിജയൻ എന്ത് പറഞ്ഞാലും അതിന് ചാടിക്കയറി സപ്പോർട്ട്. പണ്ട് കോൺഗ്രസിന് ഇതുപോലെ ഒരാളുണ്ടായിരുന്നു, അതായത് ഒരു ദേവകാന്ത് ബറുവ എന്ന് പറഞ്ഞ എമർജൻസി കാലത്ത്. കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല, ഞാനൊക്കെ ചെറുപ്പ കുട്ടികളാണ്. അന്ന് ഇന്ദിര ഈസ് ഇന്ത്യ, ഇന്ത്യ ഈസ് ഇന്ദിര എന്നോ അങ്ങനെ ഏതാണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ദേവകാന്ത് ബറുവ. അപ്പോൾ അദ്ദേഹത്തിന് അന്ന് വിളിച്ചിരുന്ന പേരുണ്ട് കോർട്ട് ജസ്റ്റർ. കൊട്ടാര വിദൂഷകൻ. കേരളത്തിൽ ഈ പട്ടം അർഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ബാലനാണ്. അദ്ദേഹം എന്തിനും ഇങ്ങനത്തെ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കും. ഒരു മനസാക്ഷിയില്ലാതെ വെറുതെ പിണറായിക്ക് സ്തുതി പറഞ്ഞുകൊണ്ടിരിക്കുക. അടുത്ത ഇലക്ഷനിൽ സീറ്റ് കിട്ടാനായിരിക്കാം ഒരു പക്ഷേ. അല്ലെ, ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഈ കേരളം ഒരു കൾച്ചറൽ സ്റ്റേറ്റ് അതുകൂടെ പറയാറുണ്ട്, സാംസ്കാരിക നായകന്മാരൊക്കെ ഉള്ളത്. അപ്പോൾ ലോകത്തെമ്പാടുമുള്ള മനുഷ്യാവകാശത്തിന് വേണ്ടി ശബ്ദിക്കുന്നവരുമാണ് ഈ സാംസ്കാരിക നായകർ എന്നാണ് പറയുന്നത്. തെറ്റിപ്പോയെങ്കിലും അതാണ് ശരി. പിന്നെ പ്രേക്ഷകരെ ഓർത്ത് തിരുത്തിയതാണ്. പ്രേക്ഷകർക്ക് സന്തോഷമായിട്ട് പൊളിറ്റിക്കലി കറക്റ്റ്. അല്ല, പ്രേക്ഷകർക്കും അത് ഇഷ്ടമായിരിക്കും, കാരണം സത്യമാണല്ലോ. കാരണം ഇതുവരെ ഈ ബംഗാളിലെ സംഭവത്തെക്കുറിച്ച് ഒരു കുറേ കേട്ടില്ല. ഒന്നുണ്ടാവില്ല. UP ഗുജറാത്തിലാണ് എൻ്റെ ദൈവമേ വഴി നടക്കാം കുറേയോട് കുറേ ആയിരുന്നു. അപ്പോൾ ഏതായാലും ഈ ഇറാഖിൽ, ഞാൻ വീണ്ടും ഇതിലേക്ക് പറയും, ഇറാഖിൽ 9 വയസ്സിൽ കുട്ടികളെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അത് ശരിയല്ല എന്ന് പറയാൻ കേരളത്തിൽ ഒരു മനുഷ്യാവകാശ, ഞാനൊരു അൺപാർലമെൻ്ററി പദം ഉപയോഗിക്കട്ടെ, ഒരു മനുഷ്യാവകാശ തെണ്ടിയും ഉണ്ടായിരുന്നില്ല. ഏതായാലും
ഈ 9 വയസ്സിലെ കല്യാണം സപ്പോർട്ട് ചെയ്യാനായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ഇറങ്ങിയില്ലല്ലോ എന്നുള്ളതിന് നന്ദി പറയാം അവരോട്. കാരണം ഇനിയിപ്പോൾ അതും ചിലപ്പോൾ ചെയ്തേക്ക് വരും. ഉറപ്പായിട്ടും ചെയ്യും. ഏതായാലും CPM നീളാവാഴട്ടെ. അതെ, മുസ്ലിം ലീഗുകാർ പേടിക്കണ്ട. മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ പകരം വേറൊരു സംഘടനയുണ്ട്, CPM. അതെ, ഖേദിക്കേണ്ട കാര്യമില്ല. വേണമെങ്കിൽ രണ്ട് കൂട്ടർക്കും ലയിക്കാം കേട്ടോ. CPM മുസ്ലിം ലീഗിനെ LDFിലേക്ക് ക്ഷണിക്കുമല്ല വേണ്ടത്. ലീഗിനോട് ചോദിക്കണം, ഞങ്ങൾ നിങ്ങളുടെ പാർട്ടിയിൽ ലയിക്കട്ടെ. അത് കൊള്ളാം അല്ലേ? പക്ഷേ ലീഗ് കുറച്ചുകൂടി സമാധാനവും കുറച്ചുകൂടി മോഡേൺ ആകാനാണ് ശ്രമിക്കുന്നത്. അത് ലീഗ് ഒരു മാന്യന്മാരുടെ പാർട്ടിയാണ്. അത് തന്നെ പൊതുവിൽ ചില പുഴുക്കുത്തുകളുണ്ടെങ്കിലും ജനറലി ലീഗ് വളരെ മാന്യമായ പാർട്ടിയാണ്. മുസ്ലിംസിനെ സമാധാനത്തിന്റെ പാതയിലൂടെ നയിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ്. അവർക്കൊരു തൻ്റെ ഇടമുണ്ട്, വിശ്വസിക്കാം. അവർ പറയുന്നത് ചെയ്യൂ. അങ്ങനെ പക്ഷേ അവർ എന്ത് ഈ സമുദായത്തിന് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും മാർക്സിസ്റ്റ് പാർട്ടി അതിൻ്റെ ഇടയ്ക്ക് പാര വെച്ചുകൊണ്ടിരിക്കും. അതാണ് പ്രശ്നം. അല്ല, ലീഗിനെ ഇങ്ങോട്ട് വിളിക്കുന്നത് കൂടെ പൊറപ്പിക്കാനല്ല, ധൃതരാഷ്ട്രാലിംഗനത്തില്ല, ഞെക്കിക്കൊല്ലാൻ വേണ്ടി. പക്ഷേ വേറെ ഒന്നും കേട്ടോ, ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ പഴയ ബീഫ് യുഗത്തിൽ നിന്നും മാറി യുഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അല്ല, അത് വേറൊന്നുമല്ല, മനഃപൂർവ്വമാണ്. അത് കാരണം ഇനി ഇക്കാലം അത്രയും ബീഫ് എന്നും പറഞ്ഞ് ഇവിടുത്തെ ഹിന്ദുക്കളെ കുത്തി. ധൈര്യമുണ്ടോ എന്ന് ഹിന്ദു സംഘം, നിങ്ങൾ പോർക്ക് ഫെസ്റ്റിവൽ നടത്താൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങൾ അതും ചെയ്യാം. എങ്ങനെയല്ല എല്ലാ ഇലക്ഷനിൽ നിന്നുണ്ടല്ലോ. ഇലക്ഷൻ കാര്യം സാധാരണ നമ്മളൊക്കെ പറയാറുണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ഒന്നും പഠിക്കുന്നുണ്ട്. ഇലക്ഷനിൽ നിന്ന് വേഗം പഠിക്കുക. അതിന് ഈ ഇലക്ഷനിൽ നിന്ന് അവർ പോർക്ക് യുഗത്തിൽ പ്രവേശിച്ചു. ഇതിനു മുമ്പ് ഈ ശബരിമലയിൽ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് പെൺകുട്ടികളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാകും നവോത്ഥാനം എന്ന് വിചാരിച്ചിരുന്നു. ഇപ്പോൾ ആ ചിന്ത മാറി. ഓരോ ഇലക്ഷനും അവർ ഓരോ പാഠം പഠിപ്പിക്കുന്നുണ്ട്. അത് പഠിക്കുന്നുണ്ട് അവർ. CPM-ൽ ഇത് പന്നികളുടെ കാലമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.